ഞാനൊരു 3 ദിക്ർ പറഞ്ഞുതരാം. ഈ 3 ദിക്ർ കിടക്കുന്ന കിടക്കപ്പായിൽ ഒരു ഭാര്യയും ഭർത്താവും ഇരുന്ന് ചൊല്ലിയാൽ അവർ സ്വർഗത്തിൽ ഒരുമിക്കുന്ന. അപ്പൊ ചില ആളുകൾ പറയും ഉസ്താദേ ഇവിടെയോ സ്വസ്ഥതയില്ല, ഇനി അവിടെയും വേണം ഉസ്താദേ. അള്ളാഹു ഹീമ നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എനിക്കറിയാവുന്ന ഒരാൾ 2 കെട്ടി. ഞാൻ പറഞ്ഞ 2 കെട്ടായിരിക്കണല്ലേ, കാരണം എന്തേ 1 കെട്ടിയിട്ട് എന്നെ നോക്കാൻ വേണ്ടി പല ആളുകളും പാടിടുക. എന്നൊരു ചങ്ങാതി, വയനാടുള്ള ഒരു ചങ്ങാതി എന്നോട് പറഞ്ഞു ഉസ്താദേ 2 കെട്ടി ഉസ്താദേ, എനിക്ക് ബാംഗ്ലൂർ ബേക്കറി ഉസ്താദേ. ഞാൻ 2 പേരെയും കൊണ്ട് ഞാൻ ബാംഗ്ലൂർ പോയി ഉസ്താദേ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ഞാനൊരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇവർ 2 പേരെയും കൊണ്ട് നിർത്തി ഉസ്താദേ. ഞാൻ ബേക്കറിയിലേക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പുറത്തോട്ട് പോയതാ ഉസ്താദേ. ഞാൻ രാവിലെ ഒരു 10 മണിക്ക് പോയിട്ട് വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ 5 മണിയായി. 5 മണിക്ക് വന്നപ്പോൾ ഹൗസ് ഓണർ എന്നോട് പറയാ നിങ്ങൾ പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോകണം. എന്താ പറഞ്ഞേ, നിങ്ങൾ പെട്ടെന്ന് തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് പോകണം. കാരണം എന്തേ ഇവിടെ ഒരു ബദർ ഉഹദ് ഹന്തകും കഴിഞ്ഞിട്ടായിരിക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 3 ദിക്ർ ആരെങ്കിലും ഒരാൾ കിടക്കുന്ന കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് ചെല്ലിയാൽ അവർ നാളെ സ്വർഗത്തിലും ഒരുമിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. എല്ലാവരും ഉണ്ട്, ആയിക്കോട്ടെ. നല്ല ഭർത്താക്കന്മാരെ വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കപ്പ. അല്ലണ്ട ഉണ്ട്. ഞാൻ കുറച്ചാൾക്ക് മുമ്പ് കാസർഗോഡ് ഭാഗത്തൊരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ചു നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. 98% പൊക്കിയത് കെട്ടിയവരാ. അള്ളാഹു നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ ഒരു സ്ഥലത്ത് നിന്നിട്ട് ചോദിച്ചു നല്ല ഭാര്യമാരെ വേണ്ടവര് കൈവക്കാൻ. ഈ പൊക്കാൻ സമയത്ത് ഒരാൾ സ്റ്റേജിൽ ഇരുന്നിട്ട് പൊക്കണില്ല. അപ്പൊ ചോദിച്ചാൽ എന്തൊക്കെ ഉസ്താദ് അല്ലേ തന്നെ ഓൾറെഡി ഇടിവെച്ചിട്ട് ഉസ്താദെ വയലിന് വന്നേ, ഇനി അതും കൂടി വേണമെന്ന് പറയാൻ നടക്കണ കാര്യമില്ല ഉസ്താദെ. അള്ളാഹു നൽകുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കുടുംബ ജീവിതം സന്തോഷത്തോടു കൂടി കൊണ്ടുപോയാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം എത്രയോ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പച്ചയ്ക്ക് വഞ്ചിക്കുന്ന എത്ര പേരുണ്ട്. ഭാര്യമാരെ പറ്റിക്കുന്ന എത്ര ഭർത്താക്കന്മാരെ നമ്മുടെ കൂട്ടത്തിൽ. അല്ലാഹു നൽകട്ടെ. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിയെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുന്ന ചങ്ങാതി എനിക്ക് ആ സ്ക്രീൻഷോട്ട് അയച്ചെന്നിരിക്കും ഉസ്താദേ ഒരു ദുആവസിയത്തുണ്ട്. അജന്താ ഞാനിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് റഹ്മാനെ കരഞ്ഞുപോയി. ഒരു സഹോദരി കരഞ്ഞിട്ടൊരു മെസ്സേജ് ഇട്ടിരിക്കും ഉസ്താദേ 2 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കും ഉസ്താദേ. 2 കൊല്ലമായിട്ട് എൻ്റെ ഭർത്താവ് എന്നെ പറ്റിക്കും ഉസ്താദേ. എനിക്ക് മനസ്സിലായില്ല ഉസ്താദേ. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് എടുത്തു നോക്കിയപ്പോ വേറെ ഒരു പെണ്ണുമായിട്ട് എന്റെ ഭർത്താവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു ഉസ്താദേ. ഭർത്താവ് പറയുന്നത് ഏയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഇന്ന് എല്ലാ തെമ്മാടിത്തരവും അടിച്ചു വെക്കും, എന്നിട്ട് ഏയാന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സിനിമാ നടൻ ഒരു പെണ്ണുമായിട്ട് ഭയങ്കര ചാറ്റിങ് കണ്ടെത്തി. അവസാനം പത്രമാധ്യമത്തിൽ വന്നപ്പോ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഉളുപ്പില്ലാതെ ആ ചങ്ങാതി ഒരു ലൈവ് ഇട്ടിരുന്നു. അപ്പോഴും പറഞ്ഞ എന്താ, ആരും വിശ്വസിക്കരുത്, ഏയ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. ഒരാളെ കൊന്നാലും വേണം നമ്മൾ പറയും അതേ അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് പറയാ, ഒരു ഭാര്യക്കും ഭർത്താവിന് സ്വർഗത്തിൽ ഒരുമിച്ച് കിടക്കണോ? പുറത്ത് കാണുമ്പോ അഴിത്തലയുടെ പരിസരത്തിലൂടെ ബൈക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ആയിരിക്കും പോവാ. വീട്ടിൽ ചെല്ലുമ്പോ കെട്ടിപ്പിടിച്ചതിന് പോലും മുതുകിലിട്ടിരിക്കുന്ന ഭർത്താക്കന്മാർ എത്ര പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, ഈമാൻ നൽകുമാറാവട്ടെ. എത്രയോ ഭാര്യമാരെ പേടിച്ചുകൊണ്ട് കിടക്കണ എത്ര ഭർത്താക്കന്മാരുണ്ട്. 3 കൂട്ടം ഭർത്താക്കന്മാരും നരകത്തിലാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 1 മക്കളും ഭാര്യയും തിന്മ ചെയ്യുമ്പോ അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്ന ഭർത്താക്കന്മാരാരാ? അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. ഉദാഹരണം പറഞ്ഞുതരാം. ബിഗ് ബോസ് ഇപ്പൊ കഴിഞ്ഞു. ഈ ബിഗ് ബോസ് നടക്കണ സമയത്ത് സുബ്ഹാനല്ലാഹ് നമ്മുടെ ഭാര്യമാര് പറയും ഒന്ന് ഹോട്ട്സ്റ്റാർ ഒന്ന് റീചാർജ് ചെയ്ത് തരാം, മറ്റേ വോട്ട് ചെയ്യാനാ, എങ്ങനെ ചെയ്യാനാ. ആ സമയത്ത് അതിന് കൂട്ടുനിൽക്കുന്ന ഹറാമിന് കൂട്ടുനിൽക്കുന്ന ഭർത്താക്കന്മാരാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. 2 ഭാര്യയുടെ കിടപ്പറ രഹസ്യം കൂട്ടുകാരോട് പങ്കിട്ട് കൊടുക്കുന്ന ഭർത്താവാണെങ്കിൽ അവര് നരകത്തിലേക്കുള്ള ഭർത്താവ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കിടപ്പറ രഹസ്യം പങ്കിടുവോ? ചിലവര് പങ്കിടും. അതെങ്ങനെ പങ്കിടുക? ഇപ്പൊ ഇവിടെയൊക്കെ എത്രാമത്തെ വയസ്സിലാ കല്യാണം കഴിയുക ആണുങ്ങളുടെ? ഇവിടെയൊക്കെ എത്രാമത്തെ വയസ്സിൽ ആണുങ്ങളുടെ കല്യാണം കഴിയാ? 25. ചെവിയേക്കൂല കൊടുക്കട്ടെ. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിയും. ഇപ്പൊ ഈ കോഴിക്കോട് ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ജോലി കിട്ടിയ അപ്പം കല്യാണം. 23 വയസ്സ് കൂട്ടിക്കോ. 23 വയസ്സായി കല്യാണമൊക്കെ കഴിഞ്ഞു, ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് അടിത്തലയുടെ പരിസരത്തോടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചില ആളുകളുണ്ടാവും പെണ്ണൊന്നും കിട്ടാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ചില ചങ്ങായിമാരുണ്ടാവും. ഓരോ വന്നിട്ട് ഓരോന്ന് മോട്ടറാക്കും. അളിയ ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു അതെങ്ങനെ മോട്ടറാക്കും. അപ്പൊ ഈ ചങ്ങാതി എന്ത് ചെയ്യും? അളിയ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും? കുറച്ചങ്ങോട്ട് എരിവും പുളിയും ചേർത്തങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. തമാശക്ക് പോലും ഭാര്യയുടെ കിടപ്പ് രഹസ്യം പങ്കു
പങ്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നരകത്തിലേക്കുള്ള ഭർത്താവ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തേത് ഏതാ? ഭാര്യയുടെ അടിമയായി ജീവിക്കുന്നവരാരാ? പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഭാര്യയുടെ പാവാടയുടെ വള്ളിയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന പെൺകോസന്മാരുണ്ട്. ആ ചങ്ങായിമാരെവിടാ? നരകത്തിലാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സ്വർഗത്തിൽ ഒരുമിക്കണോ? ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിക്കണോ? ഈ മൂന്ന് ദിക്ർ ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അവരെവിടാ? ആ ഭാര്യയും ഭർത്താവും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, പോയില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, കുടുംബ ജീവിതത്തിൽ എന്റെ പ്രിയമുള്ളവരെ വിള്ളല് വരുത്താത്തവരാരാ? ഇൻഷാ അല്ലാഹ് അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, അഴിത്തല എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ലഭിച്ച ഭാര്യ ഭർത്താക്കന്മാരെയുണ്ടല്ലോ, ജന്നാത്തുൽ ഫിർദൗസിൽ വേണോ വാപ്പാ? ഈ പറയുന്ന ദിക്റിന്റെ പ്രിയമുള്ളവരെ ആരെങ്കിലും ഒരാ ചൊല്ലിക്കഴിഞ്ഞാ അവര് സ്വർഗത്തിലാ. ഫാത്തിമ ബീവിയുടെ മനോഹരമാകുന്ന ഒരു ചരിത്രമാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബീവിയുടെ കൈ നോക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ചോര പൊടിക്കുകയാ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ എന്താണ് സംഭവിച്ചത്? ഫാത്തിമ കയ്യിൽ നിന്ന് ചോര വരാനുള്ള കാരണമുണ്ടല്ലോ, എന്താണ് ഫാത്തിമ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാ, ഉരുന്നാട്ടിയിട്ട് അരിയാട്ടിയിട്ട് എന്റെ കൈയുണ്ടല്ലോ ചോര വരികയാ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുകയാ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുണ്ടല്ലോ, പിതാവാകുന്ന റസൂലുള്ളയുണ്ടല്ലോ, ഒരുപാട് അടിമകളുണ്ടല്ലോ നബി തങ്ങളുടെ കയ്യിൽ, ഒരുപാട് അടിമകളുണ്ടല്ലോ. നബി തങ്ങളുടെ ചാരത്തേക്ക് ചെന്നുകൊണ്ട് അടുക്കളയിലേക്ക് ഒരു അടിമയെ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നബി തങ്ങൾ തരുന്നതാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ആയിഷ ബീവിയുടെ ചാരത്ത് ചെല്ലുമ്പോ റസൂലുള്ള വീട്ടിലില്ല. ലോകത്തിന്റെ പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുണ്ടല്ലോ, ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ ഉമ്മ, നബി തങ്ങൾ കടന്നു വരുമ്പോ എനിക്കൊരടിമയെ തരുമോ ഉമ്മ? ആയിഷ ബീവി പറയുകയാ, നബി തങ്ങൾ കടന്നു വരുമ്പോ ഞാൻ പറയാ ഫാത്തിമ വീട്ടിലേക്ക് പോയിക്കൊള്ളുക ഫാത്തിമ. പാതിരാത്രിയിൽ നബി തങ്ങൾ കടന്നു വരികയാ. നബി തങ്ങൾ കടന്നു വന്നുകൊണ്ട് ആയിഷ ബീവിയുടെ ചാരത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ് ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ റസൂലല്ലാഹ്, പ്രിയമുള്ള പ്രിയതമനേ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയതാ കടന്നു വന്നല്ലോ. ഫാത്തിമ കടന്നു വന്നു പറയുമ്പോ നബി തങ്ങൾക്ക് സന്തോഷം വരികയാ. നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാ, ആയിഷ, ഫാത്തിമയുണ്ടല്ലോ എന്തേ വന്നത് ആയിഷ? ഫാത്തിമ ബീവി എന്തേ വന്നത് ആയിഷ? ആയിഷ ബീവി നബി തങ്ങളോട് പറയുകയാ, യാ ഹബീബല്ലാഹ്, ഫാത്തിമയ്ക്ക് ഒരടിമയെ കൊടുക്കുമോ ഭർത്താവേ? അടിമയെ കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ മുഖമുണ്ടല്ലോ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങളോ ദേഷ്യപ്പെടുകയാ. നബി തങ്ങള് പാതിരാത്രിയിൽ തന്നെ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അലിയാര് തങ്ങളോ വിശ്രമിക്കുകയാ. ഫാത്തിമ ബീവി സലാം പറയുകയാ. ഫാത്തിമ ബീവിയോട് സലാം അടക്കുകയാ. ഫാത്തിമ ബീവിയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുക്കുകയാ. അലിയാര് തങ്ങൾ കടന്നു വരികയാ. ഫാത്തിമ ബീവിയോട് ചോദിക്കുക,
ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ? ഫാത്തിമ ബീവി അതാ ചിരിക്കുന്ന മുഖമായി പറയുകയാ, യാ റസൂലല്ലാഹ്, ഒരടിമയെ തന്നാൽ ഉപകാരമാ. നബി തങ്ങൾ ഇത് കേൾക്കുമ്പോ നബി തങ്ങളുണ്ടല്ലോ ദേഷ്യപ്പെടുകയാ. നബി തങ്ങളുടെ മുഖം ഇങ്ങനെ വല്ലാതെ ചുമക്കുകയാ. നബി തങ്ങൾ ദേഷ്യപ്പെടുകയാ. നബി തങ്ങൾ പൊന്നുമോളോട് പറയുകയാ, ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ, നീ എന്നെ മകളാണ് ഫാത്തിമ. ആർക്ക് ഞാൻ അടിമയെ കൊടുത്താൽ നിനക്ക് ഞാൻ തരില്ല ഫാത്തിമ. ഫാത്തിമ ബീവി കരയുമ്പോ ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗമുണ്ട് ഫാത്തിമ. എന്നിട്ട് ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, അലിയാര് തങ്ങളെ വിളിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയെ വിളിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സ്വർഗത്തിലേക്ക് രണ്ടുപേർക്കും കിടക്കണോ? ഈ ദുനിയാവിൽ ജീവിച്ചതുപോലെ സ്വർഗത്തിന് നിങ്ങൾക്ക് ഒരുമിക്കണോ ഫാത്തിമ? അലിയാര് തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, യാ നബി അല്ലാഹ്, അതിനുള്ള മാർഗമേതാ? ഇവിടെ ഇരിക്കുന്ന സഹോദരങ്ങളോട് പറയുകയാ, ഭാര്യ മരിച്ചവരെ, ഭർത്താവ് മരിച്ചവരെ, അത് ജീവിതത്തിൽ വല്ലാത്ത നഷ്ടമാ. ഭർത്താവ് മരിച്ചവരെ, ഭർത്താവ് വിട പറഞ്ഞു പോയവരെ, പടച്ചവനെ വല്ലാത്ത നഷ്ടമാ. ഇന്ന് ഞാനൊരു വീട്ടിൽ വരുമ്പോ, ഈ അഴിത്തലയിൽ ഒരു വീട്ടിൽ വരുമ്പോ, ഒരു സാധുവായ ഉമ്മ പടച്ചവനെ ഇരിക്കുകയാ. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ഭർത്താവിന് സ്വർഗം കൊടുക്കണേ അല്ലോ, നരകം കൊടുക്കല്ലേ അല്ലോ. നിങ്ങളോട് ഞാനൊന്ന് പറയുകയാ, പ്രിയമുള്ള സഹോദരിമാരോട് പറയുകയാ, നമ്മുടെ ഭർത്താക്കന്മാര് കടലിൽ പോകുന്നവരാ. അവിടെ വെച്ചങ്ങാനം വിട പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാര് വണ്ടിയിലൂടെ പോകുന്നവരാ. ഇന്നൊരു ഉസ്താദ് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. എറണാകുളം ജില്ലയില് പടച്ചവനെ കുണ്ടന്നൂരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സക്കാഫി ഉസ്താദ് പടച്ചവനെ ഒരു വണ്ടിയുമായി ഇടിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയല്ലോ. സ്വർഗം കൊടുക്കണയല്ലോ. എന്റെ പ്രിയമുള്ള ഉമ്മമാരോട് പറയുകയാ, ഭർത്താക്കന്മാര് മരിച്ചു പോയാൽ നമ്മുടെ മക്കളെ തീമീങ്ങളോ ഏതെങ്കിലും വീടിന്റെ വാതിക്കല് പോയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒരു ഗതികേടന്റെ പ്രിയമുള്ളവരെ സഹിക്കാൻ കഴിയൂല. അല്ലോ, ജീവിച്ചിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലോ. സ്വർഗത്തിലെ ഇണകളാക്കണേ അല്ലോ. ഫാത്തിമ ബീവി നബി തങ്ങളോട് ചോദിക്കുകയാ, എന്താ മാർഗം നബിയെ? സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാനുള്ള മാർഗമുണ്ടല്ലോ, ഏതാണ് നബിയേ? മഹാനാകുന്ന നബി തങ്ങൾ പറയുകയാ, ഈ പറയുന്ന ദിക്റ് ആരെങ്കിലും ഒരാള് കിടക്കുന്ന കിടക്കപ്പായില് ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവര് സ്വർഗത്തിൽ ഒരുമിച്ചാ. നബി തങ്ങൾ പറയുന്ന ദിക്റേതാ? ചെറിയ ദിക്റാ, എല്ലാ ദിവസവും ചൊല്ലുന്ന ദിക്റാ. നബി തങ്ങൾ പറയുകയാ, ഫാത്തിമ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ പറയുന്ന 3 ദിക്റ് സുബ്ഹാനല്ലാഹ് 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 അൽഹംദുലില്ലാഹ് 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 അല്ലാഹു അക്ബർ. ഈ പറയുന്ന 3 ദിക്റുണ്ടല്ലോ, 33 തവണയുണ്ടല്ലോ. ആരെങ്കിലും ഒരാ ഇൻഷാ അല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാ എങ്ങനാ ചൊല്ലേണ്ടത്? ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ, ഒരുമിച്ചിരുന്നു കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാ ഇൻഷാ അല്ലാഹ് അവര് ജന്നാത്തുൽ ഫിർദൗസിലാ. കബൂലാക്കണേ അല്ലോ, സ്വീകരിക്കണേ അല്ലോ. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു
അല്ലാഹു അക്ബർ. ഈ പറയുന്ന 3 ദിക്ർ 33 തവണ വരെ കിടക്കുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ അവർ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിച്ചാൽ, കുടുംബ ജീവിതം സന്തോഷത്തോടുകൂടി കൊണ്ടുപോയാൽ അവർ ജന്നാത്തുൽ ഫിർദൗസിലാണ്.